മക്കളോടുള്ള അമിതമായ സ്നേഹമാണ് ഇവിടുത്തെ വില്ലൻ. അതിനകത്ത് കുറച്ചുകൂടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ മക്കളെ വളർത്താൻ മാതാപിതാക്കൾ ഒരിടത്തു നിന്നും ഒന്നും പഠിച്ചിട്ടില്ല. കിട്ടിയ ചാൻസിൽ വളർന്നു വരുന്ന രീതികളനുസരിച്ചിട്ട് ആരൊക്കെയോ എവിടെയൊക്കെയോ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി അതേപോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയിൽ അവരെടുക്കുന്ന ചില നിലപാടുകൾ. ഞാൻ 5 കാര്യങ്ങൾ പറയാം. ഈ 5 കാര്യങ്ങളും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഈ കാലത്തെ മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരല്പം വെളിച്ചമായിട്ടോ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാനായിട്ടുള്ളൊരു സാഹചര്യമായിട്ട് മാറുകയാണെങ്കിൽ ഗംഭീരമല്ലേ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിത് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം, അച്ഛൻ്റെയും അമ്മയുടെയും 50% ക്രോമസോമുകളിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിയെ അച്ഛനും അമ്മയും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് എന്തെന്നറിയോ? എൻ്റെ മകൾ എൻ്റെ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ആ കുട്ടിയിലുണ്ടാവുമല്ലോ. അമ്മ വിചാരിക്കും എൻ്റെ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ആ കുട്ടിയിലുണ്ടാവും. ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചില എലമെൻറ്റുകൾ ഉണ്ടായിന്ന് വരാം. പക്ഷേ എന്ന് വെച്ച് അത് നിങ്ങളല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചിലപ്പോൾ ആ കുട്ടികളിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് പല തീരുമാനങ്ങളും നിങ്ങൾ പരസ്പരം എടുത്തെന്ന് വരാം. പക്ഷേ ആ കുട്ടി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സുള്ള, നിങ്ങളുടെയൊക്കെ ചില എലമെൻറ്റുകൾ അതിലുള്ള ഒരു പുതിയ ആളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ മാത്രമേ ആ കുട്ടി പോകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാര്യം ഈ കാലഘട്ടത്തിൻ്റെ പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളും നമ്മൾ മുതിർന്നവരായിട്ടുള്ള മാതാപിതാക്കളായി നമ്മൾ കണ്ടിട്ടുള്ള പലതും തള്ളിക്കളഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നു. അവരുടെ കൂട്ടുകാരോടുമൊപ്പം ജീവിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പുതിയ ടെക്നോളജികളുടെ, ഈ കാലത്തെ പുതിയ അറിവുകളുടെ ഒക്കെ ലോകത്തോട് അവർ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പഴമക്കാരായി മാറാറുണ്ട്. അതിനെ ഒന്ന് ഈ കാലഘട്ടത്തിൻ്റെ ചിന്തകളിലേക്ക് മാറാൻ പലപ്പോഴും മാതാപിതാക്കൾ ശ്രമിക്കാറില്ല. കാര്യം അവർ പഴയ രീതികളിലുള്ള സ്ട്രഗിളുകളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ചിന്തിക്കുക. ആ വഴികളിലേക്കൊക്കെ തന്നെയായിരിക്കും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്ന ചില മണ്ടത്തരങ്ങൾ, നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കുക. പക്ഷേ ആ കുട്ടികൾ ഈ കാലഘട്ടത്തിൻ്റെയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ചില ഫോർമേഷനുകളോടുകൂടി തന്നെയാണ് ആ കുട്ടികൾ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളൊരു ചിന്ത മാതാപിതാക്കൾക്ക് ഉണ്ടാവാത്തിടത്താണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, അമിതമായ പ്രതീക്ഷ, അമിതമായ നിയന്ത്രണങ്ങൾ. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നത്? എന്തിനാണ് മക്കളെ അമിതമായി നിയന്ത്രിക്കുന്നത്? ഈ അമിതമായി നിയന്ത്രിക്കുമ്പം ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം, ആരോടൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ പെരുമാറണം എന്നതിനെക്കുറിച്ചിട്ടൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അമിതമായി നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ പ്രതീക്ഷയല്ല അവൻ്റെ ഗോൾ, അല്ലെങ്കിൽ അവൻ്റെ ഹോപ്പ് എന്ന് പറയുന്നത്. അവൻ്റെ മുമ്പിലിരിക്കുന്ന തോട്ടുകൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആവില്ല. ആ കുഞ്ഞുങ്ങളെ ഈ അമിത പ്രതീക്ഷയും അമിത നിയന്ത്രണവും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് ആ കുഞ്ഞിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ എൻ്റെ കുഞ്ഞ് ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ല, അതിനും അപ്പുറത്താണ്. അവൻ ആ രീതിക്കാണ് വളരുന്നത്. അവന് അതിനുള്ള വഴികൾ തെളിച്ചു കൊടുക്കാനുള്ളൊരു അവസരമായിട്ട് നമുക്ക് കൂടെ നിൽക്കാം, അതിന് വെളിച്ചം പകർന്നു കൊടുക്കാം എന്ന് പറയുന്നതിനപ്പുറത്ത് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണങ്ങളിലേക്കും വരുതികളിലേക്കും കൊണ്ടുവരുമ്പോൾ അവിടെ സ്നേഹമല്ല നടക്കുന്നത്. അതായത് ഈ ഹുങ്കി ആനയെ കൊണ്ട് ആനകളെ മെരുക്കാൻ പോകുന്ന പോലെ, മൃഗക്കൂട്ടുകളിൽ കൊണ്ടുവന്ന് മൃഗങ്ങളെ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മെരുക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ മെരുക്കാൻ നിൽക്കുമ്പോൾ അവർ പ്രതികരിക്കും. ഒരു ദിവസം അണ പൊട്ടി ഒഴുകുന്ന പോലെ അവർ നമ്മളോട് പുറം കാലുകൊണ്ട് ചവിട്ടിയിട്ട് അവർ ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരും. അപ്പോൾ സങ്കടപ്പെടുന്നത് മാതാപിതാക്കളാണ്.